റംസാൻ നിലാവ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊൻപ്രഭയിൽ വിരിഞ്ഞ സ്വർണ്ണ പരിശുദ്ധിയാൽ കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി ഐശ്വര്യ ഗോൾഡ് പാലസ്. സംശുദ്ധ സ്വർണവും ലേറ്റസ്റ്റ് ഡിസൈനുകളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. ട്രഡീഷണൽ, മോഡേൺ, ഹാൻഡ്മെയ്ഡ്, ലൈറ്റ് വെയ്റ്റ് തുടങ്ങി നിരവധി ഡിസൈനുകൾ. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്പെഷ്യൽ പാക്കേജുകൾ. ഇനി ഓരോ മുഹൂർത്തങ്ങളും ഐശ്വര്യയോടൊപ്പം ആഘോഷമാക്കൂ. ഐശ്വര്യ ഗോൾഡ് പാലസ്, തൃശൂർ റോഡ്, എടപ്പാൾ, നന്നമ്മുക്ക് റോഡ്, ചങ്ങരംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീൻ. സ്നേഹനിധികളായ സഹോദരങ്ങളെ, അല്ലാഹു പരിശുദ്ധ റമളാൻ അതിൻ്റെ എല്ലാ നിയമസംഹിതകളും അക്ഷരാർത്ഥത്തിൽ അംഗീകരിച്ച് വ്രതാനുഷ്ഠാനം ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റമളാൻ അതിൻ്റെ ആദ്യ ദിനരാത്രങ്ങളെല്ലാം വളരെ വേഗത്തിൽ നമ്മിൽ നിന്ന് യാത്ര പറയുന്നു. ദിവസങ്ങളെക്കുറിച്ച് നമ്മൾ ഓരോ ആളുകളും ബോധവാന്മാരാകേണ്ടതുണ്ട്. റമളാൻ എങ്ങനെയാണ് വരുന്നതിനേക്കാൾ വേഗത്തിൽ നമ്മോട് യാത്ര പറയുന്ന അത്യപൂർവം ദിവസങ്ങളിലാണ് റമളാനിനെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ മഹാനുഗ്രഹം, ആ അനുഗ്രഹങ്ങളുടെ ദിവസങ്ങൾ അള്ളാഹുവെ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കണേ, ഞങ്ങൾക്ക് പ്രതികൂല സാക്ഷിയാകാതെ ഞങ്ങളെ സംരക്ഷിക്കണേ തമ്പുരാനെ. നമുക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യാം. ഈ ദിവസങ്ങളിലൂടെ നാളെയുടെ പുരോഗതിയാണ് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഇവിടെ നിന്ന് യാത്ര പറഞ്ഞാൽ പോകാനുള്ള ഓരോ നിമിഷങ്ങളുമായിരിക്കണം ഈ നോമ്പിൻ്റെ ഓരോ സമയങ്ങളിലും ആ നാളത്തെ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള നാളത്തെ ആഖിറത്തിലേക്കുള്ള ഒരുങ്ങലാണ് എന്ന ബോധ്യത്തോടു കൂടെയായിരിക്കണം നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. ശരിക്കാലോചിച്ചാൽ നമ്മൾ വളരെയധികം ഭയാനകമായ അവസ്ഥയിലൂടെയാണ് നാളത്തെ സാഹചര്യത്തെ നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ എന്ത് ചെയ്തോ അതിൻ്റെ പ്രതിഫലം, ഇവിടെ എങ്ങനെ ജീവിച്ചോ അതിൻ്റെ പരിണിതഫലം എന്തോ അത് ആസ്വദിക്കേണ്ട അല്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒന്നാണ് നാളെ എന്ന് പറയുന്ന പാരിത്രിക ജീവിതത്തെക്കുറിച്ച് നമ്മൾ അങ്ങനെയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, അണുമണി തൂക്കം നന്മ ഇവിടെ ചെയ്തോ പരിശുദ്ധ ഖുർആനിൽ സൃഷ്ടാവായ അല്ലാഹു വ്യക്തമായി നമ്മളോട് പറഞ്ഞ ആശയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. അണുമണി തൂക്കം നന്മ ഒരാളുടെ ജീവിതത്തിലുണ്ടോ ആ നന്മ നാളെ അവർക്ക് കാണാൻ കഴിയുന്നു. തിന്മയാണോ ഒരാളുടെ ജീവിതത്തിലുള്ളത് ആ തിന്മ അവൻ അനുഭവിക്കേണ്ടിയും വരുന്നു. അപ്പോൾ അത് വരാനുള്ള ആ നാളെയുടെ സാഹചര്യത്തിൽ നന്മ ആസ്വദിക്കണമെങ്കിൽ, സുഖം ആസ്വദിക്കണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും അതിനുള്ള പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നമുക്ക് നടത്താനുള്ളത്. അദ്ദുനിയ മസ്റഹത്തുൽ ആഖിറ. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഒരു കൃഷിയിടം, കൃഷിഭൂമി
നമ്മളൊക്കെ കർഷകരോ അല്ലെങ്കിൽ കർഷകരോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരോ ആണ്. കൃഷിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. വിളവെടുപ്പിൻ്റെ കാലത്ത് നമ്മൾ സന്തോഷിക്കും. പക്ഷെ ആ വിളവെടുപ്പ് ലഭ്യമാകണമെങ്കിൽ അതിൻ്റെ തുടക്കം മുതലേ ആ ഒരു കർഷകൻ്റെ അങ്ങേയറ്റത്തെ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് നിഷ്പ്രയാസം അവനക്ക് വിളയെടുക്കാൻ കഴിയാറുള്ളൂ. നെൽകൃഷിയാണെങ്കിൽ അതിന് വേണ്ട വിതക്കണം, അതിന് പാടശേഖരങ്ങളെ നന്നായി മെതിച്ചെടുക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ ട്രാക്ടർ കൊണ്ടോ മറ്റോ പൂട്ടി അതിന് പാകപ്പെടുത്തി അതിന് വെള്ളമൊഴിച്ച് അതിനെ ആദ്യം വിത്തിറക്കി വേണ്ട വളങ്ങൾ നൽകി അതിനെ ഞാറായി പറിച്ചെടുത്ത് കൃത്യമായി അതിനെ നട്ടുവളർത്തി അങ്ങനെ ദിവസങ്ങൾ അതിൻ്റെ പിന്നിൽ തന്നെ നിൽക്കുകയും അതിനു വേണ്ട അതിശക്തമായ പ്രവർത്തനങ്ങൾ സാധ്യമാകും വിധം ചെയ്യുകയും ചെയ്താൽ അവനവിടെ അധ്വാനിക്കുകയായിരുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉറങ്ങാൻ കഴിയാത്ത ദിവസങ്ങൾ, കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ദിവസങ്ങൾ, ഇതെല്ലാം അവനിലുണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം നാളെ ലഭ്യമാകാൻ പോകുന്ന വിളവെടുപ്പ് ആലോചിച്ചുകൊണ്ട് അവൻ വെയിലാണെങ്കിൽ വെയിൽ, തണലില്ലാതെ പ്രയാസങ്ങൾ എല്ലാം തരണം ചെയ്ത് അവൻ അധ്വാനിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. അതിങ്ങനെ തളിർത്ത് വളർന്ന് അവസാനം നല്ല വിളവുള്ള നെൽകൃഷി നല്ല സാധ്യമാകുന്നത്ര വിള കിട്ടിയാൽ ആ മനുഷ്യൻ അതുവരെ ചെയ്ത ത്യാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രയാസങ്ങളെക്കുറിച്ച് അവൻ ഓർക്കുമ്പോൾ അവനക്ക് അഭിമാനം, അവൻ ചെയ്തതിലുള്ള ആ ഒരു വലിയ അനുഭൂതിയാണ് അവനക്ക് അവിടെ നേടാൻ കഴിയുക. എന്നാൽ ആ കൃഷി ഇറക്കുന്ന ഘട്ടത്തിൽ അവൻ അലസനായിരുന്നു. അവൻ വേണ്ടത്ര അതിന് വേണ്ടത്ര കാർക്കശ്യത്തോട് കൂടെ ഒന്നും ചെയ്യാൻ അവനക്ക് കഴിഞ്ഞില്ല. വിളവെടുക്കാനോ വേണ്ട വിത്തുകൾ ഇറക്കാനോ അതിനുവേണ്ട വളം നൽകാനോ അവൻ മുന്നോട്ട് വന്നില്ല. ആലസ്യം അവനെ പിടികൂടിയിരുന്നു. എന്നാൽ ഇവിടെ വിളവിൻ്റെ സമയത്ത് പതിരുകളായി ഒന്നുമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ വിരൽ കടിച്ച് സങ്കടപ്പെടുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. എന്നാൽ ഇവിടെ നാളെ വരാനിരിക്കുന്ന വിളവെടുപ്പിന് വേണ്ടി ആഹാരമാകുന്ന ആ സ്ഥലത്ത് ലഭ്യമാകേണ്ട വിളവിന് വേണ്ടിയാണ് ഭൗതികമായ ഈ ലോകത്ത് നമ്മൾ അധ്വാനിക്കേണ്ടത്. ലുദ്വയിൽ നമ്മളെല്ലാം മറന്നു. അങ്ങനെ ചിന്ത പോലുമില്ലാതെ ഇവിടെയുള്ള ഭൗതികതയുടെ ലഹരിയിൽ നമ്മൾ മതിമറന്ന് തിമിർത്താടുകയാണ്. എന്നാൽ അള്ളാഹുൽ ബോധമുള്ള ആളുകൾക്കൊന്നും അതിന് കഴിയില്ലല്ലോ. ഞാൻ ഓർത്തു പോവുകയാണ് റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ. ഇത് ശ്രവിക്കുന്ന സഹോദരങ്ങളൊക്കെ പലപ്പോഴും കേട്ട് കാണും. വളരെ ഭക്തിയോട് ജീവിച്ച ഒരു മഹതിയായിരുന്നു അവർ. നല്ല അഴകുള്ള, നിറഞ്ഞ സൗന്ദര്യമുള്ള, നല്ല നിറഞ്ഞ യൗവനത്തുടിപ്പുമായി ജീവിച്ച ഒരു പ്രിയ സഹോദരി. അവരുടെ സൗന്ദര്യം ആളുകൾക്കിടയിൽ അറിയാമായിരുന്നു. അവരെക്കുറിച്ച് വിവാഹാലോചനകൾ പലപ്പോഴും അവർക്ക് ചെല്ലാറുണ്ടായിരുന്നു. പക്ഷെ ആ സമയങ്ങളെല്ലാം അവർ അതിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെ ഇരിക്കെയാണ് ആ നാട്ടിലെ പ്രഗത്ഭനായ സൂഫി വര്യൻ ഹസൻ ബസ്രി റഹ്മഹുല്ല എന്ന് പറയുന്ന വലിയൊരു മഹാനുഭാവൻ, ഇവരെക്കുറിച്ച് അദ്ദേഹം അറിയുന്നു. കല്യാണം കഴിക്കാൻ താല്പര്യത്തോടെ അവരെ അന്വേഷിക്കുകയും സമീപിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് മറയുടെ രണ്ട് ഭാഗത്ത് അന്വേഷണത്തിന് പോയ ഹസൻ ബസ്രി എന്നവരും പ്രിയപ്പെട്ട റാബിയത്തുൽ അദവിയ്യയുമുണ്ട്. വന്ന കാര്യം ചോദിച്ചു. ഞാൻ നിങ്ങളെ കല്യാണം അന്വേഷിച്ച് വന്നതാണ്. ഉടനെ തിരിച്ചൊരു ചോദ്യം.
കല്യാണം കഴിക്കണമെങ്കിൽ ആകാം, പക്ഷേ എൻ്റെ 2-3 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാമോ? ഞാൻ 2-3 ചോദ്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയും. ഓക്കെ, ഞാൻ പറയാം, നിങ്ങൾ ചോദിച്ചോളൂ. ആദ്യത്തെ ചോദ്യം, ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ വിട പറയും, ആരാരുമില്ലാത്ത ലോകത്തേക്ക് യാത്ര പറയും. ആ യാത്ര പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എൻ്റെ വിയോഗം? വിശ്വസിയായോ അവിശ്വാസിയായോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയോടെ വിട പറയാൻ കഴിയോ? അതല്ലാത്ത മറ്റൊരു ദാരുണ്യമായ അന്ത്യം എനിക്കുണ്ടാകുമോ? ഇതായിരുന്നു ചോദ്യം. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പകച്ചു നിന്നു. അത് പറഞ്ഞു, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഇതൊരു അദൃശ്യമായ കാര്യമല്ലേ? ഇങ്ങനെ മറഞ്ഞ കാര്യങ്ങളെ എങ്ങനെ എനിക്ക് പറയാൻ കഴിയും? അള്ളാഹുവിന് മാത്രമേ അറിയൂ, എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഉടനെ വന്നു പ്രതികരണം. നാളെ എൻ്റെ അന്ത്യം എങ്ങനെയാകുമെന്ന ചിന്തയോടെ വളരെ പ്രയാസപ്പെട്ട് കഴിയുന്നൊരു പെണ്ണിന് പിന്നെ ഭർത്താവ് വേണം? ഒരു ഭർത്താവിൻ്റെ ആവശ്യമുണ്ടോ? അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. രണ്ടാമത് ചോദിക്കുകയാണ്, ഖബറിൽ ഇറക്കി വെക്കും. ഓരോ മനുഷ്യരെയും നമ്മളെങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഓരോ ആളുകളും ഇവിടെ നിന്ന് വിട പറഞ്ഞു, അവസാനം 6 അടി മണ്ണിൽ നമ്മൾ ഇറക്കി വെക്കും. എല്ലാ സ്വപ്നങ്ങളും അവിടെ കുഴിച്ചു മൂടും. എല്ലാം അവിടെ അവസാനിച്ചു, ഇനിയില്ല, ജീവിതമില്ല. അവനും അവൻ്റെ സട്ടാവും ആ ഒരു ലോകത്തേക്കുള്ള അവൻ്റെ യാത്രയാണ്. ഖബറിൽ അവനെ കിടത്തും, മുകളിൽ കല്ല് വെക്കും. അങ്ങനെ ഖബർ രൂപപ്പെടും. ആളുകൾ യാത്രയാക്കാൻ വന്ന കൂട്ടുകാരും വീട്ടുകാരും വേണ്ടപ്പെട്ടവരും അവിടെ നിന്ന് മടങ്ങേണ്ട സമയം മഹാന്മാരെ 2 മലക്കുകൾ വരും. നമ്മൾ പറയാറില്ലേ, ഇതാ ജാഅക്കൽ മലക്കാനിൽ കരീമാനി അൽ മുസമ്മയാനി ബി മുൻകരി വനക്കീർ അലൈഹിമസ്സലാം. മുൻകർ നക്കീർ അലൈഹിമസ്സലാം 2 മലക്കുകൾ വരും. എന്നിട്ട് ആ മനുഷ്യനെ വിളിച്ചുണർത്തി അവനോട് ചോദിക്കും, മൻ റബ്ബുക് ഒമൻ നബിയുക് ഒമാ ദീനുക്. അള്ളാഹുവിനെ കുറിച്ചുള്ള ചോദ്യം, പ്രവാചകനെ കുറിച്ചുള്ള ചോദ്യം. ആ ചോദ്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് റാബിയത്തുൽ അദവിയെ ചോദിക്കുകയാണ്, ഓ ഹസൻ. ആ സമയത്ത് ചില ആളുകൾക്ക് ഉത്തരം പറയാൻ കഴിയും. അള്ളാഹു റബ്ബി മുഹമ്മദ് നബി വൽ ഇസ്ലാമു ദീനി. ചില ആളുകൾ ഉത്തരം കിട്ടാതെ അങ്ങേയറ്റം പ്രയാസപ്പെടും. ലാദിരി എന്ന് സങ്കടത്തോടെ പറയും, എനിക്കറിയില്ലല്ലോ എന്ന് വളരെ വിഷമത്തോടെ ആത്മഗതം ചെയ്ത് കരയുന്ന മനുഷ്യരുണ്ടാകും. ഇതിൽ ഞാൻ എവിടെയാണ് ഞാൻ ഉണ്ടാവുക? ഈ ഖബറിൽ എന്നോടാണ് ചോദ്യമെങ്കിൽ എനിക്കുത്തരം പറയാൻ കഴിയുമോ? നിങ്ങൾ പറഞ്ഞു തരൂ. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ്. ഇതും അങ്ങനെ തന്നെയാണ്, എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ മൂന്നാമതൊരു ചോദ്യം കൂടി. നാളെ മനുഷ്യരെ 2 തട്ടിലായി നിർത്തുന്നു മഹ്ശറാബൻ സഭയിൽ. അതെല്ലാം ഒരുപാട് ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയങ്ങൾ പിന്നീടുള്ള വിഷയങ്ങളിലൂടെ നമുക്ക് വരാം. 2 വരിയായ മനുഷ്യനെ നിർത്തുന്നു. ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ. 2 വരി, ഒന്ന് സ്വർഗത്തിലേക്ക്, ഒന്ന് നരകത്തിലേക്ക്. ആ സ്വർഗത്തിൻ്റെ വരിയിൽ എനിക്ക് പെടാൻ കഴിയുമോ? അതല്ല, ഞാൻ എവിടെയായിരിക്കും? അദ്ദേഹം നിസ്സംഗതയോടെ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയില്ല. നിസ്സഹനായിരുന്നു. ഏത് കിതാബിൽ എനിക്ക്, ഏത് കൈകളെ കൊണ്ട് എനിക്ക് എൻ്റെ കിതാബ് വാങ്ങാൻ കഴിയും? വിശ്വാസികളാണെങ്കിൽ അവരുടെ വലത് കൈകളെ കൊണ്ട് അവരുടെ കിതാബുകൾ വാങ്ങാൻ കഴിയുന്നു. അള്ളാഹുവിൽ ധിക്കാരപരമായി ജീവിച്ച ആളുകളാണെങ്കിൽ ഇടത് കൈകളെ കൊണ്ട് ബലാത്കാരത്തോടെ പിടിപ്പിക്കപ്പെടുന്നു. ഞാൻ ഏത് ഗണത്തിലാണ് പെടുക? ഹസൻ ബസ്രി റഹ്മഹുല്ല പറഞ്ഞു, അവിടെയും എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ആ പെൺകുട്ടി ഒലിക്കുന്ന കണ്ണുനീരോടെ ചോദിച്ചത്രേ, എനിക്കെന്തിന് ജീവിതം?
ഈ ഒരു സങ്കടം ഓരോ നിമിഷങ്ങളും എന്നെ പിടികൂടുമ്പോൾ, എന്നെ വേട്ടയാടുമ്പോൾ എനിക്കിങ്ങനെയാണ് ഭർത്താവിൻ്റെ മുന്നിലേക്ക് നിറഞ്ഞ മനസ്സുമായി സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ നിമിഷങ്ങൾ തരാൻ എനിക്കെങ്ങനെയാണ് കഴിയുക? ഞാൻ ഈ ദിവസങ്ങൾ ആലോചിച്ച് സങ്കടപ്പെടുകയാണെന്ന് പറഞ്ഞ ആ മഹദിയുടെയൊക്കെ ജീവിതം ആലോചിച്ചാൽ നമ്മൾ എവിടെ നിൽക്കണമെന്ന് നമ്മൾ ചിന്തിച്ച് നോക്ക്. രാവും പകലും മാറി മാറി വരുന്നു. പക്ഷികളുടെ കളകളാരം മുഴങ്ങി പ്രഭാതത്തോടെ നമ്മൾ എഴുന്നേറ്റാൽ രാത്രി എല്ലാം കഴിഞ്ഞ് ഒരു പക്ഷേ ഒരുപാട് സമയം വേസ്റ്റ് ചെയ്ത് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ ഒരു നിമിഷമെങ്കിലും നാളെക്കുറിച്ചുള്ളൊരു ഓർമ്മയോടെ എൻ്റെ സിട്ടാവിൻ്റെ സമക്ഷത്തിലേക്ക് ഞാൻ പോകേണ്ടവനാണെന്ന ചിന്തയോടെ ഞാൻ ഉൾപ്പെടെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, ഓരോ നിമിഷങ്ങളും ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ഭർത്തൃജീവിതത്തിന് പാകപ്പെട്ട മനസ്സില്ലാതെ എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിച്ച മഹാരഥന്മാർ കഴിഞ്ഞ പാതയിലൂടെ നമ്മളും സഞ്ചരിക്കേണ്ടവരാണ്. അതുകൊണ്ട് എങ്ങനെയുള്ള നിമിഷങ്ങളിലൊക്കെ ഖാലിഖായ അള്ളാഹുവിനെക്കുറിച്ച് അങ്ങേയറ്റം നമുക്ക് ഓർക്കാൻ കഴിയണം. നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. കണ്ണുകൾ സജലങ്ങളാകട്ടെ. ജലം അതിൻ്റെ കണ്ണുനീരോടെ അള്ളാഹുവിലേക്ക് അർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഉറ്റുവീഴുന്ന കണ്ണുനീർത്തുള്ളികൾ നിമിത്തമായി ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞേക്കാം. അതുകൊണ്ട് റമദാൻ അതിന് പാകപ്പെടുന്നൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെല്ലാവരെയും എത്തിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ഇഷ്ടജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു. വാഹിർ ദഅവത്തി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.